കാരണം ഇന്നലെ അങ്കമാലി മാർക്കറ്റ് റോഡിൽ കൂടെ പോകുമ്പോൾ വളരെ വിചിത്രമായൊരു സംഭവം കണ്ടു. രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ, അവർ കണ്ടിട്ട് ഒരു തമിഴരാണ്. അവര് റോട്ടിൽ കിടന്ന് അടി കൂടുന്നൊരു സീൻ കണ്ടപ്പോൾ നമുക്ക് സഹിച്ചില്ല. ഞാൻ ദൃശ്യങ്ങളിലേക്ക് വരാം. എന്താല്ലേ, രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്ത ഒരു 1000 രൂപ കൂലി കിട്ടും. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ പകുതി കൊണ്ട് കള്ള് ഷാപ്പിലും ബാറിലും കൊടുക്കും. എന്നിട്ട് റോട്ടിൽ കിടന്ന് അടി. കണ്ടില്ലേ, അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. എന്തോ പറഞ്ഞ് തെറ്റിയതാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇതിന്റെ തൊട്ടടുത്തൊരു ബാറുണ്ട്. അവിടെ നിന്നാണ് ഇവർ ഇറങ്ങി വന്നത്. അപ്പൊ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസക്ക് കള്ളും കുടിച്ച് അവസാനം തമ്മില് നോക്കിയേ, ആ കയ്യിലിരിക്കുന്ന മമ്മട്ടിയില്ലേ, ആ മമ്മട്ടിക്ക് ഇവന്റെ തലയ്ക്ക് എങ്ങനെ അടിച്ച് ഇവന്റെ ജീവിതം തീർന്നില്ലേ? ഇതിപ്പോ നിങ്ങളിത് വിചാരിക്കണ്ടാവും ഇത് എന്തുകൊണ്ട് അത് ആരും പിടിച്ചു മാറ്റാത്ത എന്നുള്ളത്. എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ഒരിക്കൽ ഇതുപോലെ ഒരു ഭാര്യയും ഭർത്താവും തമിഴ് തന്നെ, അവര് റോട്ടിൽ കിടന്ന് ഇങ്ങനെ അടി കൂടുന്ന സമയത്ത് പിടിച്ചു മാറ്റാൻ വേണ്ടി ചെന്നു. അപ്പോ ഞാൻ ഇവരോട് ചോദിച്ചു, അണ്ണാ എന്താണ് നട റോഡിലിട്ട് ഇങ്ങനെ ഒരു പെണ്ണിനെ നിങ്ങള് തലണേ? ഇല്ല സാർ, അത് എൻ്റെ പൊണ്ടാട്ടി. അങ്ങനെ പറഞ്ഞ സമയത്ത് കൃത്യമായിട്ട് പോലീസ് വണ്ടി വന്നു. പോലീസ് വണ്ടി വന്ന് രണ്ടെണ്ണം കൂടി റോട്ടിൽ കിടന്ന് അടി കൂടാന്ന് പറഞ്ഞു. അപ്പ ഈ പൊണ്ണുമുള്ള എന്ത് ചെയ്യുന്നറിയാമോ? ഈ സാർ ഏൻ പുരുഷനെ ഇവര് അടിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് ഇവര് പോലീസിന്റെ അടുത്ത് ആലോചിച്ചു നോക്കി. അപ്പൊ ആദ്യ പ്രതിയായി എന്നൊക്കെ പറയില്ലേ? അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഇവരുടെ കേസുകൾ നമ്മൾ ഇടപെടാത്തത്. എന്തായാലും വളരെ സങ്കടകരമായ ഒരു കാര്യമായി പോയി. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ കൺമുമ്പിൽ കാണാണ്ടിരിക്കട്ടെ. ഓക്കെ, ബൈ.